ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉരുളിയിലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ ഉണക്കലരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചരി വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ, 1 കപ്പ് അളവിൽ ചോറ്, ഒരു ചെറിയ പീസ് ഉള്ളി, ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ 2 കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തിക്കിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഒരു ഉരുളി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരുഭാഗം നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. നടുഭാഗത്ത് ചെയ്യേണ്ട, അരുഭാഗം മാത്രം ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് 4-5 മിനിറ്റ് അത്രയേ വേണ്ടൂ. അപ്പോഴേക്കും ഇത് റെഡിയായിട്ട് കിട്ടും. റെഡിയായി കഴിഞ്ഞാൽ ഇത് ഉരുളിയിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ടാവുക. ആ ഒരു സമയം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇത്തിരി എണ്ണയും കൂടെ തടവി കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉണക്കലരിയൊക്കെ വെച്ചിട്ട് ഉരുളിയിൽ ഇതേ രീതിയിൽ അപ്പം ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് 7-8 അപ്പം വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉരുളിയിൽ അപ്പത്തിൻ്റെ അരുഭാഗം നല്ല ക്രിസ്പി ആയിട്ടും നടുഭാഗം ഇത്തിരി കനത്തിലായിട്ടാണ് കേട്ടോ ഉണ്ടാകുക. ഞാനിപ്പോൾ അത്ര കനത്തിലാക്കി എടുത്തിട്ടില്ല, ചെറുതായിട്ട് മാത്രമേ ആക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ചട്ടുകം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അരുഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നടുഭാഗം നല്ല സോഫ്റ്റും ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത്തിരി കൂടെ കട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നടുഭാഗത്ത് ഇത്തിരിയും കൂടെ മാവ് ഒഴിച്ചിട്ട് കട്ടിയാക്കി എടുക്കാം. അപ്പം നന്നായിട്ട് മൊരിയിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റും. അപ്പോൾ ഇത്തിരി നേരം വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഈ ഒരു അപ്പം വെജിറ്റബിൾ കറിയുടെ കൂടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നോൺ വെജിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല മീൻ മുളകിട്ടതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. താങ്ക്